ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അമേരിക്കൻ നേവിക്കാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 5 മാസമായി വലിയ പ്രതിസന്ധിയിലാണ് ഹോർമൂസ് കടലിടുക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക് എന്നെല്ലാവർക്കും അറിയാം. അതായത് ലോകമെമ്പാടുമുള്ള എണ്ണ നീക്കത്തിൻ്റെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നീക്കത്തിൻ്റെ 1/5 നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇതുവഴിയാണ് ഗൾഫ് രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള എണ്ണ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കടലിടുക്ക്. എന്നാൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തിയതോടുകൂടി ഇറാൻ ഈ കടലിടുക്ക് അടയ്ക്കുകയായിരുന്നു. ഈ കടലിടുക്ക് അടയ്ക്കാൻ ഇറാനും ഒമാനും എളുപ്പം സാധിക്കും. കാരണം രണ്ട് വശവും, ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ 2 വശവും ഇറാനും ഒമാനുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഏകപക്ഷീയമായി ഈ കടലിടുക്ക് അടച്ചു കളഞ്ഞു. അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ഇറാൻ്റെ ലക്ഷ്യം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വ്യാപാരം നടക്കാതെ വരുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളെല്ലാം അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് തടയും എന്നുമായിരുന്നു ഇറാൻ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അത്തരം കണക്ക് കൂട്ടലുകളൊന്നും ശരിയായില്ല. പക്ഷേ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടുകൂടി നിരവധി രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ പ്രതിസന്ധിയിലായി എന്നുള്ളത് സത്യമാണ്. ഏതാണ്ട് 300ഓളം എണ്ണ ടാങ്കറുകളും മറ്റ് കപ്പലുകളുമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രതിദിനം കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിപ്പോൾ 30ആയി കുറഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ അനുമതിയോടുകൂടി, ഇറാന്റെ കർശന മാനദണ്ഡങ്ങൾ പാലിച്ച് സാഹസിക യാത്രയാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ നടത്തേണ്ടത്. ഹോർമൂസ് കടലിടുക്കിൽ മറ്റൊരു കപ്പൽച്ചാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചെങ്കിലും അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ വലിയ സേനാവിന്യാസം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. 10,000-കണക്കിന് പട്ടാളക്കാരെയും യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയുമെല്ലാം അമേരിക്ക അവിടെ അണിനിരത്തിയിരിക്കുന്നു. ഇറാന്റെ തുറമുഖത്തു നിന്നും കപ്പലുകളൊന്നും പുറത്തേക്ക് പോകുന്നില്ലെന്നും ഒരു വിദേശ കപ്പലും ഇറാൻ തുറമുഖങ്ങളിലേക്ക് അടുക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവിടെ ഉപരോധം നടത്തുന്നത്. ഈ ഉപരോധം ഇറാനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. ഇറാന്റെ വരുമാന മാർഗമായ എണ്ണ കയറ്റുമതി അത് നടക്കുന്നില്ല. ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ റൂട്ട് വഴിയാണ് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നത്. അതിപ്പോൾ നിലച്ചതോടുകൂടി ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ആയിരിക്കുന്നു. അമേരിക്കയും ഇറാനുമായി ചർച്ച നടത്താനുള്ള ഒരു കാര്യവും ഈ ഹോർമൂസ് കടലിടുക്ക് തന്നെയാണ്. ആണവ ആയുധങ്ങൾ അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും രാജ്യത്തിനോ കൈമാറണമെന്ന് അമേരിക്ക ഇറാനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കണമെന്നും അതെല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് ഒരേപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കടൽപ്പാതയാക്കി മാറ്റണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണെന്നും അതുവഴി തങ്ങളുടെ അനുമതിയില്ലാതെ ആരെയും കടക്കാൻ അനുവദിക്കില്ല എന്നും ഇറാൻ നിലപാടെടുത്തിരിക്കുന്നു. ഇതിനാണ് ഇപ്പോൾ അന്ത്യം വന്നിരിക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിൻ്റെ വാക്കുകളായത് കാരണം ഇതിപ്പോഴും ലോകത്തിന് വിശ്വാസമായിട്ടില്ല. കാരണം ട്രംപ് ഈ കടലിടുക്ക് മുഴുവൻ പിടിച്ചെടുത്തു എന്ന് ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. നേരത്തെയും അത്തരം അവകാശവാദങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും സത്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ബദലായി ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ ആധിപത്യമാണെന്നും ഒമാനുമായി തങ്ങൾ ചർച്ച നടത്തി കഴിഞ്ഞെന്നും ഇറാനും ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ആരുടെ അവകാശവാദമാണ് ശരി എന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അമേരിക്ക ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷിയെ വല്ലാതെ തച്ച് തകർത്തിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട്. 13 ദിവസം തുടർച്ചയായി നീണ്ട ആക്രമണമാണ് ഈ അടുത്ത കാലത്ത് അമേരിക്ക ഇറാനെതിരെ നടത്തിയത്. ആ ആക്രമണങ്ങളിൽ ഇറാന്റെ സേനാ വിഭാഗത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചു എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഇറാന് സാധിക്കില്ല എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് മുഴുവനായും പിടിച്ചെടുത്തു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഈ തങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അതായത് അമേരിക്ക ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇനി ഹോർമൂസ് കടലിടുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയൂ. ഇറാനിലേക്ക് ഒരു കപ്പലുകൾക്കും അടുക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദം. അതോടൊപ്പം തന്നെ ട്രംപ് കഴിഞ്ഞ 50 വർഷം ഇറാൻ കാരണം രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം നികത്തണം എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതായത് ഇതുവരെ ഇറാനാണ് അമേരിക്കയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ ആക്രമണം തുടങ്ങിയത്. അന്നു മുതൽ ഇന്നുവരെ ഏതാണ്ട് 5 മാസക്കാലമായി വലിയ വലിയ ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായും അമേരിക്ക ഒറ്റയ്ക്കുമെല്ലാം ഇറാനിൽ നടത്തിയിട്ടുണ്ട്.
ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടമാണ് ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത്. 10,000-കണക്കിന് ജനങ്ങൾ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനുണ്ടായ നാശനഷ്ടം അമേരിക്ക പരിഹരിക്കണം എന്നാണ് ഇപ്പോൾ ഇറാന്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെ വൻ തുക ഈ നഷ്ടപരിഹാരം ചോദിക്കുകയാണ് ഇറാൻ. സമാധാന ചർച്ചകൾ നടക്കണമെങ്കിൽ ഇറാന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ ഇതിനോടകം തന്നെ വച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ആവശ്യത്തിന്മേലാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് 1 പൈസയുടെ നഷ്ടപരിഹാരം ഇറാന് നൽകുന്നില്ല. മാത്രമല്ല, ഇറാൻ ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരേണ്ടി വരും. കഴിഞ്ഞ 50 വർഷം അമേരിക്കയ്ക്ക് നേരെ ഇറാൻ നടത്തിയ അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ, മറ്റ് നാശനഷ്ടങ്ങൾ, ഇതെല്ലാം അമേരിക്ക എടുത്തു നിരത്തിയാൽ ഒരു കാരണവശാലും ഇറാന് അത് താങ്ങാൻ കഴിയില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. നഷ്ടപരിഹാരം വേണമെങ്കിൽ നൽകാം. അത് പക്ഷേ കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഇറാൻ അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വെച്ച നഷ്ടപരിഹാരം ആദ്യം പരിഹരിക്കണം. അതിനുശേഷം ഇറാന്റെ നഷ്ടപരിഹാരം ആലോചിക്കാം എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ നേരിട്ട് മറുപടി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം മുറുകുകയാണ്. അഭിപ്രായ ഐക്യം ഒരിടത്തും ഉണ്ടാകുന്നില്ല. അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ആരും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറുമല്ല. ഈ സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി ഇപ്പോഴും നീണ്ടുപോകുന്നു എന്ന തോന്നൽ വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യയെ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങളെല്ലാം മറ്റു മാർഗങ്ങൾ തേടിപ്പോയിരിക്കുന്നു. ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന തിരക്കിലാണ്. മറ്റു പല കടൽപാതകളും പല രാജ്യങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഹോർമൂസ് കടലിടുക്ക് ഒരു പ്രധാനപ്പെട്ട തീരമല്ലാത്ത ഒരു സാഹചര്യവും വന്നേക്കാം. എന്തായാലും ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ ബാക്കിപത്രമായി പ്രാധാന്യം കുറഞ്ഞ ഹോർമൂസ് കടലിടുക്കുണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ ഇറാന്റെ കയ്യിലാണ് ഹോർമൂസ് കടലിടുക്ക്. അത് തുറന്നു തരാൻ ഇറാന് ഒരുക്കമല്ല. പക്ഷേ ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇറാന്റെ ആവശ്യവും അമേരിക്ക തള്ളുകയാണ്. Malayali Warta Plus, like, share and subscribe.